Hi dears, welcome to our YouTube channel. നമ്മൾ ഇന്നൊരു ആരി വർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ ത്രെഡിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ 2 വിരലുകൾക്കുള്ളിൽ അത് ടൈറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് ഈ ഇൻഡെക്സ് ഫിംഗറിൽ അത് ചുറ്റി എടുക്കണം. എന്നിട്ട് അതിൽ ഈ മുകളിൽ കാണുന്ന ത്രെഡാണ് നമ്മൾ ആ നീഡിൽ വെച്ചിട്ട് മുകളിലോട്ട് വലിച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഓക്കെ. നമ്മൾ ആ നീഡില് തുളിപ്പിൻ്റെ നീഡിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. തുളിപ്പിൻ്റെ നീഡിൽ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് തുടക്കക്കാർക്കൊക്കെ. എന്നിട്ട് ഇരുമ്പിൻ്റെ നീഡിൽ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷെ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു നീഡിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ത്രെഡ് നമ്മൾ ആ കയ്യിൽ ചുറ്റി പിടിച്ചേക്കുന്ന പോലെ തന്നെ താഴെ ഈ മെറ്റീരിയൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്തിരിക്കുന്നതിൻ്റെ താഴെ വെച്ചിട്ട് ഈ നീഡിൽ കൊണ്ട് കുത്തി പുറത്തേക്ക് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് ഫസ്റ്റ് നമ്മൾ ആ സ്റ്റിച്ച് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് ആണ് കേട്ടോ. സെക്കൻഡ് സ്റ്റിച്ച് എടുക്കുന്നതാണ് കാണുന്നത്. അതായത് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ നീഡിൽ എങ്ങോട്ടാണ് ഈ ഒരു സ്റ്റിച്ച് പോകേണ്ടത് ആ ഒരു ആ ഒരു ലൈനിലേക്കാണ് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ സ്റ്റിച്ച് പോകേണ്ട വശത്തേക്കാണ് നീഡിലിൻ്റെ ആ ഒരു ഹുക്ക് പോയിന്റ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നീഡ് താഴോട്ട് കുത്തി ഇറക്കുന്നു. താഴെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ സഹായത്തോടെ നമ്മൾ നീഡിലേക്ക് ത്രെഡ് ഹുക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒന്ന് ടേൺ ലെഫ്റ്റ് പിന്നെ ടേൺ റൈറ്റ് എന്നുള്ളൊരു പൊസിഷനിൽ നമ്മൾ നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് എടുക്കുന്നു. അപ്പം നീഡിൽ എവിടെയും കുടുങ്ങില്ല. ഓക്കെ. അതേപോലെ തന്നെ നമ്മളിതിങ്ങനെ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ആദ്യമൊന്നും നമുക്കിത് കിട്ടില്ല. നീഡിൽ കുടുങ്ങും, മെറ്റീരിയലിൽ കുടുങ്ങും. അതുപോലെ എന്താ പറയുക, നമ്മുടെ ത്രെഡ് പല പ്രാവശ്യം കുടുങ്ങും. ത്രെഡിൻ്റെ തന്നെ ഇഴകളുണ്ടല്ലോ അതിൽ കുടുങ്ങും. ഒരുപാട് നമുക്ക് ഇമ്പോസിബിൾ ആണെന്നൊക്കെ തോന്നും, പക്ഷെ നമുക്കത് ഇമ്പോസിബിൾ അല്ല. വൺസ് ഇത് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വർക്ക് വേണമെങ്കിലും നമുക്കിങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെയുള്ള ത്രെഡ് എംബ്രോയിഡറീസ് ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. നമുക്ക് സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എക്സ്പെൻസസ് കുറയ്ക്കാനും സാധിക്കും. പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യാനും കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ കൈവശം ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു വർക്ക് മാത്രമല്ല, നമ്മൾ സർദോസി വെച്ചിട്ടും കട്ട് ബീഡ്സ് വെച്ചിട്ടും ബീഡ്സ് വെച്ചിട്ടും എല്ലാം നമുക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. അതെല്ലാം ട്യൂട്ടോറിയൽ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമ്മളിതിന് എല്ലാ വിശദമായിട്ടുള്ള ട്യൂട്ടോറിയൽ വരുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ അടിയിൽ നമ്മളൊരു കൈ വെച്ചിട്ട് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ത്രെഡ് വെച്ചിട്ട്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ഇനി അടുത്ത വീഡിയോകളിലായിട്ട് വിശദമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. അതൊക്കെ മനസ്സിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഇതിൻ്റെ പുറകെയുള്ള എല്ലാ വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോസ് ആയാലും ഗിവ് അവേ വീഡിയോസ് ആയാലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഫോളോ ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തുക കേട്ടോ. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.